നിഷാദ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വാലിഡാണ്. 2002 ശേഷം ഇപ്പോൾ 24 വർഷമാകുന്നു. ഇത്രയും കാലത്തിനിടയിൽ ഇത് നടത്തിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് നടക്കേണ്ടതായിരുന്നു. വളരെ കൃത്യമായ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള 2 വർഷം, അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഇത്ര വർഷം കൂടിയിരിക്കുമ്പോൾ നടക്കണം എന്ന പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിന് റെഗുലറായിട്ട് നടക്കേണ്ട ഒരു സിസ്റ്റം അതിനുണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഈ ബീഹാറിലെ ധൃതി വെച്ച് നടത്തി ഭയങ്കര പ്രശ്നമാണ്, ആശങ്കയാണ്, അതാണ് മാടയാണ്, കോടയാണ്, ഇവിടെ കഴിഞ്ഞില്ലേ. ഈ പ്രശ്നമുള്ള എല്ലാം കൊണ്ടല്ലേ പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും കൂടെ സുപ്രീം കോടതി പോയത്. എന്നിട്ട് സുപ്രീം കോടതി SIR തടഞ്ഞോ? ഇല്ലല്ലോ. സുപ്രീം കോടതി ആകെപ്പാടെ പറഞ്ഞത് എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ആ ആധാറും കൂടെ ആ ഡോക്യുമെൻറ്റിൻ്റെ ഒപ്പം വേണം. ഒന്നും കൂടെ പറഞ്ഞു, ഈ ആധാർ ആധികാരികമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട്. കഴിഞ്ഞു. അതായത് ഈ നാട്ടിലെ നീതിപീഠത്തിന് ബോധ്യം വരാത്ത, ഈ നീതിപീഠത്തിനെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരു കാര്യത്തിന് ഇവിടുത്തെ കമ്മീഷന് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ആധാർ എന്തുകൊണ്ട് നോക്കൂ, ആധാർ സകല കാര്യത്തിനും നിർബന്ധിതമാക്കപ്പെട്ട ഈ നാട്ടിൽ ആധാർ പറ്റില്ല എന്ന് കമ്മീഷൻ തീരുമാനമെടുത്തിട്ടാണ് 65 ലക്ഷം വരെ പുറത്താക്കുന്നതെന്ന് ഓർക്കണം. ആ കമ്മീഷൻ 65 ലക്ഷം വരെ പുറത്താക്കുമ്പോൾ ആധാർ അതിനകത്തില്ല എന്ന് ഓർക്കണം. ബീഹാർ പോലെ ഒരു പരിമിത സ്വഭാവമുള്ള സംസ്ഥാനത്ത് ആളുകളുടെ നിന്ന് നിർബന്ധിച്ച് ചോദിച്ചത് വേറെ കടുപ്പത്തിലുള്ള രേഖകളാണ്. അങ്ങനെ 65 ലക്ഷം വരെ പുറത്താക്കിയത്. 1. 2, പുറത്താക്കപ്പെട്ട ആളുകളുടെ പേരും വിലാസവും പ്രസിദ്ധീകരിക്കുക പോലും ചെയ്തില്ല. എല്ലായിടത്തും ആളുകൾക്ക് അറിയാൻ പോലും പറ്റിയില്ല. ഇത് രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാനപ്പെട്ട കക്ഷികൾ വിയോജിപ്പ് ഉന്നയിച്ചു. ഇത് അവസാനത്തെ മൊമെൻ്റാണ്, 30 ഡേയ്സ്, മഴക്കാലം, വെള്ളപ്പൊക്കം, നടപ്പിലാക്കാൻ പറ്റാത്തതാണെന്ന് കൺസേൺ പരിഗണിച്ചില്ല, പട്ടിക പ്രസിദ്ധീകരിച്ചില്ല. പിന്നെന്താണ് പറയുന്നത്, ആദ്യം സുപ്രീം കോടതിക്ക് ന്യായമെന്ന് തോന്നിയ കാര്യം അവർക്ക് ന്യായമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സവിശേഷ ഉദ്ദേശത്തോടെ ചില കാര്യങ്ങൾ നടന്നു എന്ന് സ്വാഭാവികമായ സംശയം ആളുകൾക്കുണ്ടാവുമല്ലോ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങളെപ്പോലുള്ളവർക്കുണ്ടാകുന്ന സംശയമൊക്കെ നാട് നിങ്ങൾ ഓടി നടന്ന് പരിഹരിക്കാൻ പറ്റില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെപ്പോലുള്ളവരുടെ സംശയമായിട്ട് മാറുകയില്ല. അപ്പം അതിൻ്റെ സംശയാലുക്കളെ അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതേ ഉള്ളൂ. ഈ നാട്ടിൽ നിലവിലിരിക്കുന്ന നിയമവും നിയമ സംവിധാനവും നീതിന്യായ കോടതിയും ഭരണഘടനയും ഒക്കെ പറയുന്ന അനുസരിച്ച് നീങ്ങാനല്ലേ ഇലക്ഷൻ കമ്മീഷന് കഴിയുള്ളൂ. അല്ലാതെ ഈ നാട്ടിലെ സർവ്വ സംശയാലുക്കളുടെയും സംശയം, നിങ്ങളുടെ സംശയം മാറ്റൂ, ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് നടക്കാനൊന്നും പറ്റില്ല. ഒരു സിസ്റ്റം ചലിക്കുമ്പോൾ ആ സിസ്റ്റം അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനനുസരിച്ച് പോകുന്നതിനെ പറ്റുള്ളൂ. കോടതി പറയുകയാണെങ്കിൽ, കോടതിയുടെ ഒരു ഉത്തരവ് പറയുകയാണെങ്കിൽ അതനുസരിക്കാനുള്ള ബാധ്യത. പക്ഷേ ഞാൻ കുറച്ചുകൂടി ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം പ്രവർത്തിക്കും, ആ സിസ്റ്റത്തിൻ്റെ കൂടെ ചലിക്കാനേ കഴിയൂ എന്നൊക്കെ പറയാം. കോടതി പറഞ്ഞല്ലോ, കോടതി വകവെച്ച് കൊടുത്തല്ലോ എന്ന കാര്യവും പറഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ആണിക്കല്ലാണ്. കാരണം നമ്മുടെ രാജ്യം കഴിഞ്ഞ 75 വർഷം അതിജീവിച്ചത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണ്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമുക്കെല്ലാവർക്കും വിശ്വാസം, ഒരാൾ ജയിച്ചാൽ മറ്റേയാൾ അംഗീകരിക്കുന്നു, മറ്റേയാൾ മാറിക്കൊടുക്കുന്നു. ഈ രാഷ്ട്രീയ അട്ടിമറികൾ, കലാപങ്ങൾ, സംഘർഷങ്ങൾ, വെടിവെപ്പുകളൊന്നും കാണാത്ത നാടാണ് നമ്മുടെ. കാരണം ആളുകൾ അതിനെ വാല്യൂ ചെയ്യുന്നു, ആ സിസ്റ്റത്തെ, ആ മെക്കാനിസത്തെ.